ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ പോപ്സിക്കിൾസ് ആണ്. ഇതിന് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതിന് ബ്രെഡും ചിക്കൻ വേവിച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും ഒക്കെ മതി. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്കാണ് ഈ ചിക്കൻ പോപ്സിക്കിൾസ്. നമുക്ക് ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ക്യാരറ്റ്, മല്ലിയില, ക്യാപ്സിക്കം, വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ചീസ്, ചിക്കൻ, പൊട്ടറ്റോ ചെറുതാക്കി മാഷ് ചെയ്തത്, ഉപ്പ്, കുരുമുളക് പൊടി, മയോണൈസ്, ചില്ലി സോസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടത്. നമുക്ക് ചിക്കൻ ലോലിപോപ്പിന് ആദ്യം ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ആദ്യം ചിക്കൻ, പിന്നെ പൊട്ടറ്റോ, പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, വെളുത്തുള്ളി, മല്ലിയില ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി ചീസ് ആഡ് ചെയ്യാം. കുരുമുളക് പൊടി, ഉപ്പ്, മയോണൈസ്, റെഡ് ചില്ലി സോസും ഇത്രയും ചേർത്തിന് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ മിക്സ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ബ്രെഡ് എടുക്കാം. ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. അതിനൊരു പാത്രം പോലത്തെ എടുത്തിട്ട് നമുക്കൊന്ന് ഇങ്ങനെ റൗണ്ട് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. ഇതുപോലെ എല്ലാ ബ്രെഡ് പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബ്രെഡെല്ലാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ വെക്കണമെന്ന് നോക്കാം. അതിന് ആദ്യം നമുക്കൊരു പീസ് ബ്രെഡ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ചിക്കൻ മിക്സ് വെക്കാം. സെൻട്രലായിട്ട് വേണം അതിരിക്കാനായിട്ട്. എന്നിട്ട് ഐസ്ക്രീമിൻ്റെ നമുക്ക് ചോക്കോ ബാറിൻ്റെ സ്റ്റിക്ക് ഉണ്ട്. ആ സ്റ്റിക്ക് ഇങ്ങനെ വെക്കാം സെൻട്രലായിട്ട്. വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് നമുക്കത് അതിൻ്റെ അറ്റം ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അറ്റം മാത്രം ഡിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അറ്റം നനഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് ജോയിൻ്റായിട്ട് ഇരുന്നുള്ളൂ. ഞാനിപ്പോൾ ബ്രെഡിൽ ചിക്കൻ വെച്ച് ചോക്കോ ബാറിൻ്റെ സ്റ്റിക്കും വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പോപ്സിക്കിൾസിൻ്റെ ഷേപ്പിലാണുള്ളത്. നമുക്കിനി ഇത് കോൺഫ്ലോർ മൈദ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതിൽ 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തതാണ്. നമുക്ക് ഇതിലേക്ക് ഇത് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം വെന്ത സാധനങ്ങളായതുകൊണ്ട് ഒരുപാട് നമുക്ക് ഫ്രൈ ചെയ്യാനില്ല, പെട്ടെന്ന് തന്നെ ഇതാവും. നമുക്കിത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ഓരോ പോപ്സിക്കിൾസ് വെക്കാം. നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം.
ഇപ്പം നമ്മുടെ പോപ്സിക്കിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനൊക്കെ ഒരു നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിൻ്റെ അകത്ത് ചിക്കനും ക്യാരറ്റും ചീസും പൊട്ടറ്റോയും ഒക്കെ ഉള്ളതുകൊണ്ട് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഇത് ഈവനിങ് സ്നാക്കായിട്ട് കൊടുത്താൽ അവർ ഹാപ്പി ആവുകയും ചെയ്യും. ഇത് നല്ലൊരു വെറൈറ്റിയും ഉണ്ടാവും, അവർക്ക് കഴിക്കാനും നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക.